ഹെഡ്ലൈറ്റിന് ഹൈ ബീമുണ്ട്, ലോ ബീമുണ്ട്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഹൈ ബീം യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഹൈ ബീം എന്തിനാണ്, തൂക്കിയിട്ടുണ്ട് നടക്കാനാണോ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കാനുള്ള സംശയമുണ്ട്. എന്നാൽ എന്തൊക്കെയാണ് ഹൈ ബീമിൻ്റെ യൂസുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഹൈ ബീം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്നിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത് രണ്ട് ലൈറ്റുകളാണ്. ഒന്ന് ഹൈ ബീമും ഒന്ന് ലോ ബീമും. ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോ ബീം നമ്മൾ എല്ലാ സാഹചര്യങ്ങളിലും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഹൈ ബീം എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ബീം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് റോഡ് വിസിബിലിറ്റി കിട്ടാൻ വേണ്ട. പക്ഷേ നമ്മൾ റോഡ് വിസിബിലിറ്റി നമുക്ക് കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ലെന്നുള്ളൊരു കാര്യം കൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചോണം. മെയിനായിട്ടുള്ളൊരു ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു കയറ്റം കയറുന്ന സമയത്ത്, അപ്പോൾ കയറ്റം കയറുമ്പോൾ എന്തിനാണ് ഹൈ ബീം യൂസ് ചെയ്യുന്നത്? തെറ്റി. ഇറക്കം ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ഹൈ ബീം യൂസ് ചെയ്യേണ്ടത്. ഇറക്കം ഇറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വാഹനത്തിൻ്റെ ലോ ബീമാണ്, അതായത് ലൈറ്റ് നേരെ താഴോട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ഈ ലൈറ്റ് പിന്നെയും താഴോട്ട് പോകും. ഒരു കാരണവശാലും നമുക്ക് റോഡ് വിസിബിലിറ്റി കിട്ടുന്നതായിരിക്കത്തില്ല. അന്നേരം ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ വൈഡ് ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടും വരുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് ഒരു ഇറക്കം ഇറങ്ങി പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളൊരു ഹൈ ബീം യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വാഹനം വരികയാണെങ്കിൽ ഒന്ന് ലോ ആക്കി കൊടുത്തോണം, അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വഴി പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുറച്ചൊരു വില്ലേജ് ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹൈ ബീം ഇട്ട് പോകേണ്ടതാണ്. അതേ സ്ഥാനത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വേറൊരു വാഹനം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു കാരണവശാലും ഹൈ ബീം ഇടരുത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു പോയേക്കാം. അവരുടെ ബാക്കിലത്തെ ഗ്ലാസ്സിൽ കൂടെ റിയർ വ്യൂ മിററിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ അടിച്ച് അവർക്ക് വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഹൈ ബീം ഇടുന്ന സമയത്ത് ഫ്രണ്ടിൽ വാഹനം ഉണ്ടെങ്കിൽ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വില്ലേജ് ഏരിയാസിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും മൃഗങ്ങളോ കാര്യങ്ങളൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലോ നമ്മൾ പോലും ഇല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഹൈ ബീം ഇടുന്നത് അത്യാവശ്യമാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഹൈ ബീം യൂസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ ഹൈ ബീം നമ്മൾ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്ന കാരണവശാൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും സ്റ്റോക്ക് ബൾബ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും റോഡ് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് ഹൈ ബീം ഇടുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ LED ഷിഫ്റ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. കാരണം വഴി നിങ്ങൾക്ക് നല്ല രീതിക്ക് വിസിബിൾ ആയിരിക്കോളും. നമ്മളെപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് വഴി വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷനിൽ ഒരുപാട് സ്ഥലങ്ങൾ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വഴി ആകുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്, ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ സാധിക്കും.